ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ വർഷത്തെ ഏറ്റവും പുതിയൊരു സോംബി മൂവിയുടെ കഥയാണ്. ഒരു സോംബി മൂവി ആകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇൻട്രൊഡക്ഷനിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് സിനിമയുടെ കഥ അങ്ങ് പറഞ്ഞു തുടങ്ങുക തന്നെ. എന്നാ പിന്നെ ആരംഭിക്കുകയല്ലേ? അപ്പൊ പോവുകയല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ചാനലുകളിൽ വാർത്തകളിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിരിക്കുകയാണ്. അതായത് വാർത്തയിൽ പറയുന്നത് ഒരു വൈറസ് ഔട്ട്ബ്രേക്ക് ആണ്. ഇത് തുടങ്ങിയിരിക്കുന്നത് എയർപോർട്ടാണ്. അതുകൊണ്ട് തന്നെ ആരും യാത്രാവശ്യത്തിനായിട്ട് എയർപോർട്ടിലേക്ക് പോകരുത് എന്ന് ആ നാട്ടിലുള്ള ചാനലുകൾ വാർത്തയിലൂടെ പറയുന്നുണ്ട്. എന്നാൽ അല്പം നേരം കൊണ്ട് തന്നെ ആ വൈറസ് ഔട്ട്ബ്രേക്ക് കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപകടങ്ങളും ക്രാഷും. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു എയർപോർട്ടിന് തീ പിടിക്കുകയാണ്. പതിയെ ആ ഒരു വൈറസ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഒട്ടുമിക്ക ആ നാട്ടിലേക്കും പിന്നീട് അത് സ്പ്രെഡായി അത് ശരീരത്തിൽ കയറുന്ന ആൾക്കാർ ഒരു പ്രത്യേകതര രീതിയിൽ പെരുമാറാൻ, അതായത് ബിഹേവ് ചെയ്യാൻ തുടങ്ങുകയാണ്. മൃഗങ്ങളെ പോലെ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ സോംബികളായിട്ട് മാറുകയാണ്. അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞ് ഇപ്പൊ 2 മാസമായിട്ടുണ്ട്. 2 മാസം കൊണ്ട് ലോകത്തിന്റെ അത്യാവശ്യം ഇടങ്ങളിലേക്കൊക്കെ ഈ വൈറസ് സ്പ്രെഡ് ആയിരിക്കുകയാണ്. ഈ സോംബി വൈറസിനാൽ ഇൻഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൂട്ടത്തോടെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനെ പ്രതികരിച്ചുകൊണ്ട് കുറെ ആൾക്കാരൊക്കെ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അവരെ ട്രീറ്റ് ചെയ്ത് പഴയതുപോലെ ആക്കി ഇങ്ങനെ കൊന്നു കൂട്ടല്ലേ എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ പല നാടുകളിലും ഇപ്പോ ആഭ്യന്തര കലാപങ്ങളാണ്, സിവിൽ വാർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഈ സമയത്ത് വീട്ടിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. അവളുടെ പേരാണ് അബിഗൽ. അവൾക്കൊരു അനിയനും ഉണ്ട്, അതുപോലെ തന്നെ അവളുടെ അമ്മയും വീട്ടിലുണ്ട്. പെട്ടെന്ന് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സിഗ്നൽ പോവുകയാണ്. ഇതെന്താ ഇങ്ങനെയെന്ന് വിചാരിച്ച് അവൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളുടെ അച്ഛൻ അവളുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. മോളെ, നിങ്ങൾ അവിടുന്ന് പോകുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം, പിന്നെ അനിയന്റെ കാര്യങ്ങൾ നോക്കണേന്ന് പറയാണ്. മാത്രമല്ല ഈ അബികളുടെ അച്ഛൻ ഒരു പൈലറ്റ് ആണ്. എയർപോർട്ടിൽ ഒരുപാട് ജോലികൾ ഉള്ളതുകൊണ്ട് ഇവരുടെ കൂടെ ഇപ്പൊ വരാൻ പറ്റില്ല എന്ന് പറയാണ്. എന്തായാലും അച്ഛനോട് അച്ഛൻ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ കേട്ടോളാന്ന് പറഞ്ഞിട്ട് അബികളും അവളുടെ അനിയനും അമ്മയും എല്ലാവരും കൂടിയിട്ട് സാധനങ്ങളെല്ലാം പേക്ക് ചെയ്ത് കാറിൽ വെച്ച് ഇവിടുന്ന് മറ്റെങ്ങോട്ടോ പോവാൻ നിൽക്കുകയാണ്. പെട്ടെന്ന് ഇവരുടെ ടെറസിന് മുകളിൽ നിന്നും ഒരു ശബ്ദം കേട്ടപ്പോൾ പിള്ളേരെയും കൂട്ടി ആ സ്ത്രീ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ബാക്കിയുള്ള സാധനം കൂടി കാറിൽ വെക്കുന്ന സമയത്ത് ആ വന്ന സോംബി ആ സ്ത്രീ, അതായത് അബികളുടെ അമ്മയെ അറ്റാക്ക് ചെയ്യാണ്. പേടിച്ചു പോയ അബിഗല് കാറിനടിയിൽ പോയി വിളിക്കുന്നുണ്ട്. ആ നേരം തന്നെ ആ സോംബി അവളുടെ അനിയനെയും ആക്രമിക്കുകയാണ്. അത് കണ്ട് പേടിച്ച് വിറച്ച് കാറിനടിയിൽ തന്നെ അവൾ അങ്ങനെ ഇരിക്കുകയാണ്. ഈ നേരം ഒരു സൈറൻ ശബ്ദം കേട്ടപ്പോൾ ആ സോംബി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ് കേട്ടോ. ഇതിലെ സോംബികളെ കുറിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു ബോധമില്ലാത്ത പിശാചുക്കളെ പോലെയുള്ള ഒരു സോംബികളല്ല, പകരം ഇവറ്റകൾ മൃഗങ്ങളെ പോലെയാണ്. മനുഷ്യനെ കണ്ടാൽ അപ്പൊ തന്നെ കടിച്ചു കീറാൻ വരുമെങ്കിലും ഇവർക്ക് ഇച്ചിരി ഒരു ബോധവും കഥയൊക്കെ ഉണ്ട്. എന്നാൽ ഓർമ്മയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവർക്കായിട്ടൊരു കൂട്ടുണ്ട്, അതുപോലെ തന്നെ ഇവർ ആൾക്കാരെ നോക്കി വെച്ച് വേട്ടയാടും. അങ്ങനെയുള്ള സോംബികളാണ്. എന്തായാലും ശബ്ദം കേട്ടപ്പോൾ ആ ഒരു സോംബി എഴുന്നേറ്റ് ഓടുകയാണ്. പക്ഷേ ആ സോംബിയുടെ കടിയേറ്റ അമ്മ ഒരു സോംബി ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ അനിയൻ കടിയേറ്റ് നിലത്ത് വീണെങ്കിലും അവൻ മരിച്ചില്ലായിരുന്നു, സോംബിയായിട്ട് മാറിയിട്ടില്ല. അവൻ അങ്ങനെ കരയുന്ന സമയത്ത് അവന്റെ അടുത്തേക്ക് പോയിട്ട് ആ സ്വന്തം അമ്മ തന്നെ കുഞ്ഞിനെ കടിച്ചു കൊല്ലുകയാണ്. ഇത് കണ്ട് വായും പൊത്തി എന്താ പറയാ കരച്ചിൽ അടക്കാൻ പറ്റാതെ അവൾ ഇരിക്കുമ്പോൾ ആ കാര്യം ഈ അമ്മ കാണുകയാണ്. അവളുടെ സ്വന്തം അമ്മ തന്നെ സോംബിയായിട്ട് വന്നിട്ട് അബികളിനെ കടിക്കാൻ വരുമ്പോൾ ഒരു ബുള്ളറ്റ് ആ സോംബിയുടെ അവളുടെ അമ്മയുടെ തലയിൽ വന്ന് കയറുകയാണ്. നോക്കുമ്പോൾ ഒരു മിലിറ്ററിക്കാരനാണ്. ഇയാളുടെ പേരാണ് ക്യാഷ്യസ്. അയാളുടെ കുടുംബത്തിനൊക്കെ അയാൾക്ക് നഷ്ടമായിട്ടുണ്ട്. സോ ഈ സോംബികൾക്കിടയിലൂടെ സർവൈവ് ആയിട്ട് പോകുമ്പോഴാണ് ഇതുപോലെ പെട്ടുകിടക്കുന്ന അബികളിനെ കാണുന്നത്. അബിഗല് കുട്ടിയായതുകൊണ്ട് തന്നെ അവളെ ഈ പട്ടാളക്കാരനായിട്ടുള്ള ക്യാഷ്യസ് എടുക്കുകയാണ്. ഇതേ നേരം തന്നെ കടിയേറ്റ അവളുടെ അനിയൻ അവനും ഒരു സോംബിയായിട്ട് മാറുകയാണ്. അവളോട് കണ്ണ് പൊത്താൻ പറയാണ്. അവിടെ വെച്ച് തന്നെ അവളുടെ അനിയനെയും വെടിവെച്ച് കൊല്ലുന്നുണ്ട്. കാരണം ഒരു സോംബിയായിട്ട് മാറിക്കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷമാണ് പിന്നീടുള്ള കഥ കാണിക്കുന്നത്. ഇപ്പൊ ലോകത്ത് മുഴുവനായിട്ടും പല ഭാഗത്തായിട്ടും ഒരുപാടധികം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സോംബികൾ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യർ സാധാരണയായിട്ട് താമസിക്കുന്ന വലിയ വലിയ ബിൽഡിങ്ങുകൾ, ടൗണുകൾ, വീടുകൾ, ഇവിടെ ഒന്നും ഇപ്പൊ മനുഷ്യന്മാരില്ല, രക്ഷപ്പെട്ടു പോയി. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഈ നഗരത്തിലൊക്കെ ജീവിക്കുന്നത് ഒരുപാടധികം വന്യമൃഗങ്ങളാണ്. പോരാത്തതിന് ഈ ബിൽഡിങ്ങുകളിലൊക്കെ കാട് പിടിച്ചു കിടക്കുകയാണ്. എന്തായാലും നമ്മുടെ ലോകം ഈ അവസ്ഥയിൽ കാണുന്ന സമയത്ത് തന്നെ എന്തൊരു പേടി, ചിലപ്പോൾ ഇങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാലോ എന്നൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ? തോന്നാറുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാട്ടോ. എന്തായാലും 10 വർഷത്തിന് ശേഷം നമ്മുടെ അബിഗലിനെയും അതുപോലെ തന്നെ ക്യാഷ്യസിനെയും കാണിക്കുകയാണ്. അബിഗൽ വളർന്നു വലുതായി ഒരു ടീനേജ് പെണ്ണായിട്ടുണ്ട്. ഗൺ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ട്രെയിനിങ് എല്ലാം ഇപ്പൊ അവൾക്ക് ക്യാഷ്യസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു മാനിനെ കാണുന്നത്. അവളോട് അതിനെ വെടിവെച്ചിടാൻ പറയുന്നുണ്ട്. അവൾ ഷൂട്ട് ചെയ്യാണ്. പക്ഷേ അവൾക്ക് എപ്പോഴും ഒരു ധൃതിയാണ്, ഒരു ക്ഷമയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മാനിനെ കിട്ടുന്നില്ല. അപ്പൊ അവളോട് നമ്മുടെ ഈ ഒരു ക്യാഷ്യസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമുക്ക് എപ്പോഴും വേണ്ടത് ക്ഷമയാണ്, അതുപോലെ തന്നെ സൂക്ഷ്മത, നീ കുറച്ചുകൂടെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറയണം. അങ്ങനെ രാത്രിയായി. ഇവര് ടെന്റ് അടിച്ച് താമസിക്കുന്നതിന്റെ ചുറ്റുമായിട്ട് ഒരു വയറ് ഈ ക്യാഷ്യസ് ഘടിപ്പിച്ചു വെക്കുന്നുണ്ട്. അതായത് രാത്രി സോംബികൾ വന്നാൽ അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോയിട്ടാണ് കിടന്നുറങ്ങുന്നത്. രാത്രി ആയപ്പോ എന്തോ ഒരു സിഗ്നൽ കിട്ടി. വന്ന് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. എന്നാൽ ആ വയറിൽ എന്തോ ഒരു തുണിക്കഷ്ണം കുടുങ്ങി കിടക്കുന്നത് ഇപ്പൊ ക്യാഷ്യസ് കണ്ടു. അതുപോലെ തന്നെ അവരുടെ കുതിരകളും അവിടെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അടങ്ങടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് മരത്തിന്റെ മുകളിൽ നിന്നും ഒരു സോംബി അവന് നേരെ ചാടി വീഴാണ്.
വരികയാണ്. പെട്ടെന്ന് തന്നെ ആ സോംബിയെ വെടിവെച്ച് കൊന്നു കളയുന്നത്. ഈ സമയത്താണ് മറ്റൊരു കാര്യം കൂടെ നമ്മൾ കാണിച്ചു തരുന്നത്. ഇത് വെറും സോംബികളല്ല, ഇവറ്റകള് ക്ലെവറാണ്, അത്യാവശ്യം ബുദ്ധിയുണ്ട്. ഈ മൃഗങ്ങളുടെ ഒക്കെ ബുദ്ധി എന്ന് പറയില്ലേ, അതുപോലെ ഒളിച്ചിരുന്ന് സമയം നോക്കി അറ്റാക്ക് ചെയ്യാനുള്ള അങ്ങനെ ഒരു ടാലന്റ് ഒക്കെ ഇവറ്റകൾക്കുണ്ട്. അതുപോലെ തന്നെ സോംബികൾ എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുക. അപ്പൊ ആ ഒരു കൂട്ടത്തിന് ഒരു തലവനും ഉണ്ടാവും. ഒറ്റയ്ക്ക് രാത്രിയിൽ ഇതുപോലെ സോംബികൾ വരണമെങ്കിൽ മിക്കവാറും സോംബി തലവന്മാര് ഇതുപോലെ ആളുകൾ ഉണ്ടോ എന്ന് നോക്കാവിടുന്നതായിരിക്കും. എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അധികം നേരം വെളുക്കാനും നിന്നില്ല കേട്ടോ. അവർ ആ ഒരു സ്ഥലം വിട്ട് പോവാണ്. കുതിരകളാണ് സഞ്ചരിക്കാനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. കാരണം ഏത് മലയും കാടും എല്ലാം താണ്ടി പോകണമെങ്കിൽ കുതിരകളാണെങ്കിൽ വളരെ സിമ്പിൾ ആയിരിക്കുമല്ലോ. എന്തായാലും ഒരു സ്ഥലത്ത് മാത്രം നിൽക്കാതെ ഇവരങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ യാത്രക്കിടയിൽ അബിഗലിന് പരമാവധി ഫൈറ്റിംഗ് സ്കില്ലും അതുപോലെ തന്നെ ഷൂട്ടിംഗ് സ്കില്ലും ഇതെല്ലാം ക്യാഷ്യസ് നന്നായിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഇവർ പോകുന്ന സമയത്ത് ഒരു കുന്നിന്റെ മുകളിൽ ഇവർ നിൽക്കുമ്പോൾ അതിന്റെ താഴ്വാരത്തിൽ ഒരു വണ്ടി നിൽക്കുന്നത് കാണുന്നുണ്ട്. അതിനുള്ളിലെ ഒരാളെ ഒരു സോംബി കൊന്നിട്ടുണ്ട്. ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്യാഷ്യസ് അബിഗലിനെ ഏൽപ്പിക്കുകയാണ്. അവളിപ്പോ ഗണ്ണ് നന്നായിട്ട് എയിം ചെയ്ത് ആ ഒരു സോംബിയെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ബുള്ളറ്റ് ചെന്ന് കയറിയത് ആ പാവം മനുഷ്യന്റെ ദേഹത്തായിരുന്നു. അതായത് അവള് ഷൂട്ടിങ്ങിന്റെ കാര്യത്തിൽ അത്രക്ക് അങ്ങോട്ട് സ്കില്ലായിട്ടുള്ള ഒരാളല്ല. എന്തായാലും ഇതിനുശേഷം ക്യാഷ്യസ് ആ ഒരു സോംബിയെ വെടിവെച്ച് കൊന്നു. ഇവർ നേരെ ആ ഒരു വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ നേരം അബിഗലിന്റെ വെടിയേറ്റ് അവിടെ വീണെടുക്കുന്ന ആളുണ്ടല്ലോ, ഇയാൾക്ക് സോംബിയുടെ കടി ഏറ്റായിരുന്നു. അധികം വൈകാതെ ഇയാൾ സോംബിയാവും. അതുകൊണ്ട് തന്നെ അയാളെ അവിടെ വെച്ച് തന്നെ നമ്മുടെ ക്യാഷ്യസ് കൊല്ലുന്നുണ്ട്. അതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. പിന്നീട് ആ ഒരു വണ്ടിയിൽ കയറിയിട്ട് അബിഗൽ അത് ആ ഒരു റേഡിയോയും കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ക്യാഷ്യസ് പറയാണ് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. ഇപ്പൊ മരിച്ചു വീണെടുക്കുന്ന ആളുണ്ടല്ലോ, അയാളുടെ ആ ഒരു ബോട്ട് ഇവർ ഊരിയെടുക്കുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ഒരു 2-3 വണ്ടികൾ വരികയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഗണ്ണും കാര്യങ്ങൾ എടുക്കാൻ പറ്റിയില്ല. ആ വന്ന ആൾക്കാർ അബിഗലിനെയും അതുപോലെ തന്നെ ക്യാഷ്യസിനെയും ഇപ്പൊ ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. അവിടെ ആ ഒരു മരിച്ചു കിടക്കുന്ന ആളെ നിങ്ങളല്ലേ കൊന്നത്, അയാളുടെ വസ്തുക്കൾ എടുക്കാനായിട്ട് ആ ഗ്രൂപ്പിന്റെ ലീഡർ ഒരു പെണ്ണിനെ വിട്ട് അത് നോക്കാൻ വേണ്ടി പറയാണ്. നോക്കുമ്പോൾ മരിച്ചു കിടന്ന ആളുടെ ബോട്ട് ഇവർ എടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ അയാളുടെ ദേഹത്ത് ബുള്ളറ്റ് കയറിയിട്ടുണ്ട്. അപ്പൊ ഇയാളുടെ വസ്തുക്കൾ എടുക്കാൻ ഇയാളെ മനഃപൂർവ്വം കൊന്നതാണെന്ന് ആ ഒരു ഗ്രൂപ്പ് വിചാരിക്കുകയാണ്. അവരങ്ങനെ വിചാരിച്ചു എന്ന് മനസ്സിലാക്കിയ ക്യാഷ്യസിന് മനസ്സിലായി. അധികം വൈകാതെ അവരിപ്പോ നമ്മളെ ഷൂട്ട് ചെയ്യും. പക്ഷെ അതിന് മുന്നേ ആയിട്ട് തന്നെ ക്യാഷ്യസ് ആ ഒരു പെണ്ണിനെ അടിച്ചിട്ട് അവളുടെ ഗണ്ണ് കൊടുത്ത് അവൾക്ക് നേരെ ചൂണ്ടുകയാണ്. അതുപോലെ തന്നെ ആ ഗ്രൂപ്പിന്റെ തലവനും നേരെ ചൂണ്ടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വെടിവെക്കാൻ നിൽക്കുമ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന കാറിന്റെ ഉള്ളിൽ നിന്നും ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവൾ ഗർഭിണിയായിരുന്നു. അവളുടെ പേര് മേഗൻ എന്നാണ്. അവളുടെ ഭർത്താവായിട്ടുള്ള ഡേവിഡും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ പുറത്തേക്ക് വന്ന പാടിനെ മേഗൻ പറയാണ്, നിങ്ങളും മനുഷ്യര് ഞങ്ങളും മനുഷ്യര്, സർവൈവ് ആയവരാണ് നമ്മളൊക്കെ, നമ്മൾ എന്തിനാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് ചാവുന്നത്, എല്ലാവരും ഒന്ന് കാമാകുന്നു പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ക്യാഷ്യസിന്റെ കുതിരകളുണ്ടല്ലോ, അവറ്റകൾ വല്ലാത്ത രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നുണ്ട്. അത് കണ്ട് ക്യാഷ്യസ് ചുറ്റും തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഏരിയ മുഴുവനായിട്ടും സോംബികൾ കവർ ചെയ്തിരിക്കുകയാണ്. ചുറ്റുവട്ടത്തുനിന്ന് സോംബികൾ ഇവരെ വളഞ്ഞിട്ടിരിക്കുകയാണ്. ഒരു നിമിഷം പോലും ആരും ആലോചിച്ചില്ല. എല്ലാവരും ഗണ്ണ് ലോഡ് ചെയ്യാണ്. ചുറ്റും നിന്നും വരുന്ന സോംബികളെ തുരുതുരാന്നിട്ട് വെടിവെക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്, ഈ ഗണ്ണുകൾ കൊണ്ടൊന്നും ഈ സോംബികളെ തടുത്ത് നിർത്താൻ കഴിയില്ല. അവറ്റകൾ വന്നാൽ കയറുകയാണ്. കയറുന്ന സമയത്ത് കയ്യിലെ വാളും കത്തി ഉപയോഗിച്ച് തന്നെ അവറ്റകളെ നേരിടണം. അബികളുടെയും ക്യാഷ്യസിന്റെയും കയ്യിൽ വാളുണ്ട് കേട്ടോ. അവർ കൈകൊണ്ട് തന്നെ ഈ ഒരു സോംബികളെ നേരിടുകയാണ്. എന്നാൽ ഈ പരിപാടി ഇപ്പൊ വന്ന ആ ഒരു ടീമിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് കടിയേൽക്കുന്നുണ്ട്. മാത്രമല്ല ആ കൂട്ടത്തിൽ ഒരു ലേഡി ആണെങ്കിൽ ഒരു പെട്രോൾ ബോംബ് എടുത്ത് സോംബികളുടെ കൂട്ടത്തിലേക്ക് കയറിയാണ്. ആ ബ്ലാസ്റ്റിൽ ക്യാഷ്യസ് വരെ തെറിച്ച് വീണ് പോകുന്നുണ്ട് കേട്ടോ. കുറെ സോംബികൾ ചാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് കടിയേറ്റു. ഞാൻ എന്തായാലും ഒരു സോംബി ആവില്ല എന്ന് പറഞ്ഞിട്ട് ആജാനുബാഹുവിനെ പോലുള്ള ആ ഒരു മനുഷ്യനുണ്ടല്ലോ, സ്വയം മരിക്കാനായിട്ട് ഗണ്ണ് വെച്ച് തലക്ക് ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നിർഭാഗ്യവശാൽ അതിലെ ബുള്ളറ്റ് തീരുകയാണ്. അധികം വൈകിയില്ല, അയാൾ പെട്ടെന്ന് തന്നെ സോംബി ആയിട്ട് മാറുകയാണ്. ഇതിനു പുറമെ ഈ ഗ്രൂപ്പിന് ഒരു ലീഡർ ഉണ്ടായിരുന്നല്ലോ, ആ ലീഡർ ഈ സോംബികളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു സോംബി വന്നിട്ട് ആക്രമിച്ച് കൊന്നുകളയാണ്. അതുപോലെ ഈ ശക്തനായ സോംബിയാണ് ഈ ഒരുപാട് കൂട്ടം സോംബികൾ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ലീഡർ എന്ന് പറയുന്നത്. കാട്ടിലെ മൃഗങ്ങൾക്കും ലീഡേഴ്സ് ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെയാണ് ഈ സോംബികൾക്കും ഒരു ലീഡർ ഉണ്ട്. എന്തായാലും ആ കൂട്ടത്തിൽ ഒരുവിധം ആൾക്കാരെല്ലാവരും മരിച്ചിട്ടുണ്ട്. ഈ പാക ബാക്കിയായത് മേഗനും അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഡേവിഡുമാണ്. അബിഗലും നമ്മുടെ ക്യാഷ്യസും കൂടെ വേഗം ഒരു വണ്ടി റെഡിയാക്കാണ്. അതിലേക്ക് അവരെയും കൂട്ടിയിട്ട് അവരവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. വളരെ വേഗത്തിൽ അവിടുന്ന് ആ ഒരു വണ്ടി ഓടിച്ചു പോവാണ്. ഈ സമയത്ത് ശക്തനായ ആ ഒരു സോംബി ഉണ്ടല്ലോ, അവിടെ മരിച്ചു കിടക്കുന്ന ഒരു സോംബിയെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. കാരണം അത് അവന്റെ ഭാര്യയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സോംബിയുടെ ഉള്ളിലായിട്ട് ഭയങ്കരമായിട്ട് പക വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, തീരെ ബുദ്ധിയില്ലാത്ത ആൾക്കാരുമല്ല, എന്നാൽ ബുദ്ധിയുള്ള ആൾക്കാരുമല്ല. അങ്ങനെ ഒരു തരം സോംബികളാണ് ഈ വൈറസിനാൽ ഉണ്ടാകുന്നത്. എന്തായാലും ശക്തനായ ആ ഒരു സോംബി അവരെ നോക്കിയിട്ട് ഒരൊറ്റ അലർച്ചയാണ്. അതായത് അവരുടെ പിന്നാലെ തന്നെ ഇനി ഇവനിങ്ങനെ പോകും. ഇവരുടെ പിന്നാലെ ഇങ്ങനെ പോവാന്ന് വെച്ചാൽ മനുഷ്യരുടെ മണം ഉണ്ടല്ലോ, ആ ഒരു ഗന്ധം പട്ടികളെ പോലെ പിടിച്ചെടുക്കാനുള്ള കഴിവ് ഈ സോംബികൾക്കുണ്ട്. അതുകൊണ്ട് ഏത് ദിശയിലേക്കാണോ ക്യാഷ്യസും അതുപോലെ തന്നെ അബിഗലും പോയത്, അവരുടെ പിന്നാലെ തന്നെ ഈ സോംബികൾ ഇനി പോകും. ഇതേ സമയത്തിന് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മേഗൻ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് റേഡിയോയിലൂടെ കുറച്ച് ആളുകൾ സേഫ് ആയിട്ടിരിക്കുന്ന ദ കോളനി എന്നൊരു സ്ഥലത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ എനിക്ക് മാസം തികയാറായി, അധികം വൈകാതെ ഞാൻ പ്രസവിക്കും. അതുകൊണ്ട് സേഫ് ആയിട്ട് കോളനിയിൽ ചെന്ന് പ്രസവിക്കണം എന്നൊരാഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് പുറപ്പെട്ടത്. എന്നാൽ ഇത് കേട്ടപ്പോൾ ക്യാഷ്യസ് പറയണം, ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഈ ലോകത്തിൽ എവിടെയും സേഫ് ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലവും ഇല്ല. കാരണം ഈ ലോകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ
അങ്ങനെയാണ്. എന്തായാലും ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ ആ ഒരു വണ്ടി ഓഫായി പോവാണ്. നോക്കുമ്പോൾ അതിന്റെ ആ ഒരു മെക്കാനിക്കൽ സിസ്റ്റം ആകെ ഡാമേജ് ആയിട്ടുണ്ട്. ഇനി ഒരു അടി പോലും ഈ ഒരു വണ്ടി മുന്നോട്ടേക്ക് പോകും തോന്നില്ല. തൽക്കാലം ഇവർ 4 പേരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. സോംബികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എവിടെയെങ്കിലും താമസിക്കണ്ടേ. നോക്കുമ്പോൾ ഒരുപാട് പഴയ ബിൽഡിങ്ങുകൾ അവിടെ ഉണ്ട്. അവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ. കാടും മരക്കും മുളച്ച് ഒരുമാതിരി ഒരു കാട് പോലെ അയക്കെടുക്കുകയാണ് ആ ഒരു ബിൽഡിങ്ങുകൾ മുഴുവനായിട്ട്. എന്തായാലും അതിനുള്ളിലേക്ക് ശ്രദ്ധയോട് കൂടിയിട്ട് ക്യാഷ്യസ് കയറുകയാണ്. അതിനുള്ളിൽ ആരുമില്ല എന്ന് ബോധ്യമായപ്പോഴാണ് എല്ലാ സാധനങ്ങളും അവിടെ അഴിച്ചു വെച്ച് എല്ലാവരും ഒന്ന് റിലാക്സ് ആവുന്നത്. ഇപ്പൊ മേഘന്റെ കയ്യിൽ കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നു. അത് ക്യാഷ്യസിനും അബിഗലിനും കൊടുക്കുമ്പോൾ ക്യാഷ്യസ് ആ ഒരു ഭക്ഷണം കഴിക്കുന്നില്ല. കാരണം ഈ ഭക്ഷണത്തിലൂടെ എങ്ങാനും ഇനി ആ ഒരു വൈറസ് പകർന്നാലോ എന്ന് കരുതിയിട്ട് അവൻ വേട്ടയാടുന്ന ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ. അതുപോലെ തന്നെ മേഘനും ഡേവിഡും അവരുടെ ആ ഒരു പദ്ധതി പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇവർ തേടി പോകുന്ന ആ ഒരു കോളനി എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഡോക്ടർമാരും നഴ്സുമാരും അതുപോലെ തന്നെ മരുന്നുകളും ഉണ്ട്. അപ്പൊ അവിടെ പോയാൽ ഇവൾക്ക് സുഖമായിട്ട് പ്രസവിക്കാലോ എന്നുള്ള ആ ഒരു ധാരണയിലാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇപ്പോ അബിഗൽ പറയുന്നത് ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നുമല്ല, വെസ്റ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ഉള്ളിലേക്ക് പോയാൽ ഒരു ദ്വീപ് ഉണ്ട്, അവിടെ പോയിട്ട് സേഫ് ആകാം എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നത് തന്നെ. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആ ബിൽഡിങ്ങിന്റെ പുറത്ത് ഏതെങ്കിലും സോംബികൾ വന്നാൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻസർ വയറുകൾ ഘടിപ്പിക്കുകയായിരുന്നു ക്യാഷ്യസ്. ഇതിനുശേഷം ഉള്ളിലേക്ക് വന്നിട്ട് ഒരു ബോബഡ് എടുത്തിട്ട് മേഘനും ഡേവിഡിനും ആ ഒരു ബോബഡം കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഒരു കോളനി ഉള്ള സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇതാ ഈ ദിശയിലേക്ക് പോയാൽ മതി എന്ന് പറയാണ്. അതുപോലെ തന്നെ നാളെ രാവിലെ നിങ്ങൾ പുറപ്പെട്ടോ, ഞങ്ങൾ മറ്റൊരു വഴിക്ക് പോവാണ്. എന്തായാലും ആ സോംബികളുടെ തലവനുണ്ടല്ലോ, അവൻ നമ്മുടെ പിന്നാലെ വരാതിരിക്കില്ല. ഞാൻ പലതവണ അവനെ കണ്ടിട്ടുണ്ട്. അവൻ എക്സ്ട്രീംലി ഡേഞ്ചർ ആണ്. അപ്പൊ നാളെ രാവിലെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക്, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകുന്നു പറയാണ്. എന്നാൽ ആ സമയത്ത് നമ്മുടെ അബിഗലിന് ഇത് അത്രയ്ക്ക് ഇഷ്ടമാവുന്നില്ല. ക്യാഷ്യസിനോട് അവൾ സംസാരിക്കുകയാണ്. മേഘൻ ഒരു ഗർഭിണിയായ സ്ത്രീയാണ്. അവരൊറ്റയ്ക്ക് വിടുന്നത് മോശമാണ്. അതുപോലെ തന്നെ നമ്മളും എത്ര നാളായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, നമുക്കൊരു റെസ്റ്റ് വേണ്ടേ? ഈ പറഞ്ഞതുപോലെ ഒരു കോളനി അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് സുഖമായിട്ട് ജീവിച്ചൂടെ? എന്നാൽ ഒരു തരത്തിലും ക്യാഷ്യസ് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു കോളനി ഒന്നുമില്ല, അത് അവരുടെ ഒരു മിഥ്യാധാരണയാണ്. നമ്മൾ വെറുതെ അങ്ങോട്ടേക്ക് പോയിട്ട് വെറുതെ എന്തിനാ നമ്മുടെ സമയവും ആരോഗ്യമൊക്കെ വേസ്റ്റ് ചെയ്യുന്നത്? അതായത് ക്യാഷ്യസ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. അങ്ങനെ അന്ന് രാത്രിയായി ചെറിയ രീതിയിൽ മഴയെല്ലാം പെയ്യുന്നുണ്ട്. ഈ മഴയത്ത് ആ സോംബികളുണ്ടല്ലോ അബിഗലിന്റെയും ക്യാഷ്യസിന്റെയും മണം പിടിച്ചുകൊണ്ട് അവരെ വന്ന് വഴി വരികയാണ്. അവരുടെ ആ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയില്ലേ, അവിടെ അവരെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയവര് ഇനി അധികം വൈകാതെ ആ ബിൽഡിങ്ങിലേക്ക് എത്താനാണോ താമസം? എന്നാൽ ഈ കാര്യമൊന്നും ഇവരാരും അറിയുന്നില്ല കേട്ടോ. ആ ബിൽഡിങ്ങിൽ സേഫ് ആണെന്ന് കരുതിയിട്ട് ഇവരെല്ലാവരും അവിടെ ഇരിക്കുകയാണ്. മേഘനെ നോക്കുകയാണെങ്കിൽ നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് അവൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഇതേ സമയത്ത് മേഘന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഡേവിഡും ക്യാഷ്യസും സംസാരിക്കുകയാണ്. ക്യാഷ്യസിന്റെ കയ്യിൽ എപ്പോഴും ഒരു ബുള്ളറ്റ് ഉണ്ടാവും. ആ ബുള്ളറ്റ് എന്തിനാണെന്ന് ഈ ഒരു ഡേവിഡ് ചോദിച്ചപ്പോൾ എങ്ങാനും ഞാൻ സോംബിയായി മാറിക്കഴിഞ്ഞാൽ എനിക്ക് സ്വയം വെടിവെച്ച് മരിക്കാനുള്ളതാണ്. എന്നാൽ ഈ നേരത്ത് ഡേവിഡ് പറയുന്നത് എന്റെ കയ്യിൽ അങ്ങനെ ബുള്ളറ്റ് ഒന്നുമില്ല, ആകെയുള്ളത് ഒരു സിഗരറ്റും ഒരു തീപ്പെട്ടിയാണ്. എന്റെ അവസാന സമയത്ത് എനിക്ക് വലിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതിന്റെ ആംഗിൾ ഒന്നും പൊട്ടിയിട്ടുണ്ട്, മര്യാദക്ക് നടക്കാനൊന്നും കഴിയുന്നില്ല. എന്തായാലും ഈ രണ്ടുപേർക്കിടയിലും ഒരു സൗഹൃദം വരികയാണ്. അതുകൊണ്ട് തന്നെ ക്യാഷ്യസ് വിചാരിക്കുകയാണ് അബിഗലിന് എന്തായാലും ഇവരുടെ കൂടെ പോകാൻ താല്പര്യമുണ്ട്, എന്നാൽ പിന്നെ ഇവരുടെ കൂടെ പോവാം. അങ്ങനെ ക്യാഷ്യസ് ഡേവിഡിനോട് പറയണം നാളെ രാവിലെ നമുക്ക് ഒരുമിച്ച് കോളനിയുള്ള ഭാഗത്തേക്ക് പോകാന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. അബിഗൽ ആ ഒരു വലിയ ബിൽഡിങ്ങിന്റെ ടെറസിലായിരുന്നു കിടന്നത്. അവള് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം. പെട്ടെന്ന് തന്നെ താഴേക്ക് പോകുമ്പോൾ സ്റ്റെയർ കേസിലൂടെ പെട്ടെന്ന് കയറി വന്ന ഒരു സോംബി. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ അതിന് വെടിവെക്കാൻ കഴിഞ്ഞില്ല. കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് അവൾ അതിനെ കൊല്ലുകയാണ്. എന്നാൽ അതിനുശേഷവും മറ്റൊരെണ്ണം പാഞ്ഞു വരികയാണ് കേട്ടോ. അവൾ മുകളിലേക്ക് ഓടുകയാണ്. അവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു വാതിലുണ്ടായിരുന്നു. അതിലൂടെ ആ ഒരു സോംബി അവൾ വലിച്ച് താഴേക്കിട്ട് അതിനെ കൊല്ലുകയാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ സ്ലിപ്പായി അവളും താഴേക്ക് വീഴാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് വന്ന് ക്യാഷ്യസ് അവളുടെ കൈ പിടിക്കുകയാണ്. എന്തായാലും ഈ ശബ്ദമെല്ലാം കേട്ട സമയത്ത് ആ ഒരു ലീഡർ ആയിട്ടുള്ള സോംബി ഉണ്ടല്ലോ, അതിന്റെ കൂടെ വേറെയുള്ള സോംബികളും കൂടെ ഈ ഏരിയയിലേക്ക് പാഞ്ഞു വരികയാണ്. പാഞ്ഞു വരുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ചില സോംബികൾ ക്യാഷ്യസ് ഇന്നലെ രാത്രി സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു ബോംബ് ഉണ്ടല്ലോ അതിൽ ചവിട്ടി ചത്തുപോകുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഗ്യാപ്പിൽ ആ ഒരു ബിൽഡിങ്ങിന്റെ മറുഭാഗത്തോടെ ഇവർ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെട്ട് കുറച്ചധികം മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് അബിഗൽ ഒരു കാര്യം പറയാണ്, ഈ സ്ഥലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവൾ അങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്ത് ഇത് പണ്ടൊരു എയർപോർട്ടായിരുന്നു. അവൾ ഇങ്ങോട്ടേക്ക് പലതവണ വന്നിട്ടുണ്ട്. കാരണം അവളുടെ അച്ഛൻ ഒരു പൈലറ്റ് ആണല്ലോ. മാത്രമല്ല ഇവിടെ തന്നെ അവളുടെ അച്ഛന് സ്വന്തമായിട്ട് ഒരു ഗ്യാരേജ് ഉണ്ട്. മാത്രമല്ല അവളുടെ അച്ഛന് സ്വന്തമായിട്ട് ഒരു ചെറിയ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ഫ്ലൈറ്റ് കണ്ടുപിടിച്ച് അതുപയോഗിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ എന്ന് പറയാം. അതുപോലെ തന്നെ ഡേവിഡ് ഒരു മെക്കാനിക്കും കൂടിയാണ്. ഫ്ലൈറ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അയാൾക്കത് നേരാക്കാൻ പറ്റും. ചെറിയ രീതിയിലൊക്കെ ഫ്ലൈറ്റ് ഓട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അബിഗലിനെ അറിയാം. ചെറിയ പ്രായത്തിൽ അവളുടെ അച്ഛൻ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞ സമയത്ത് ക്യാഷ്യസ് ആദ്യമൊന്നും അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. പിന്നീട് അബിഗലിന്റെ നിർബന്ധപ്രകാരം അവരവിടെ ഉണ്ടായിരുന്ന അവളുടെ അച്ഛന്റെ ആ ഒരു ഗ്യാരേജ് ഉണ്ടല്ലോ അത് തേടി പോവാണ്. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരു കാറ് കാണും. അതിനുള്ളിൽ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അയാൾ ഒരു സോംബി അല്ല. സോംബി ആകുന്നതിന് മുന്നേ തന്നെ അയാൾ സ്വയം വെടിയേറ്റ് മരിച്ചതാണ്. അവിടെ തന്നെ ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതിനുള്ളിൽ പോയിട്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കാൻ വേണ്ടി അബിഗലിനെ ക്യാഷ്യസ് ഏൽപ്പിക്കാൻ ഇപ്പോൾ. അങ്ങനെ ഇപ്പോൾ അബിഗൽ ഗണ്ണുമായിട്ട് ഉള്ളിൽ വന്നിട്ട് പരിശോധിക്കുകയാണ്. ഇവർക്ക് ആവശ്യമുള്ള ചില സാധനങ്ങളൊക്കെ കിട്ടി. എന്നാൽ ഇവർ ഉള്ളിലേക്ക് വന്നപ്പോൾ വായും മൊത്തി ശബ്ദം ഉണ്ടാക്കാതെ ഒരു ഫാമിലി അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവർ വിചാരിച്ചത് ഇപ്പൊ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് വന്ന് കയറിയത് സോംബികളായിരിക്കും എന്ന് കരുതിയിട്ട് അവർ ഒച്ച ഉണ്ടാക്കാതിരിക്കുകയാണ്. എന്നാൽ അവരെയൊന്നും അബിഗൽ കണ്ടില്ല കേട്ടോ. അവൾക്ക് ആവശ്യമുള്ള സാധനം എടുത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങാണ്. അതുപോലെ തന്നെ പുറത്ത് ആ ഒരു കാറിന്റെ ഡിക്കിയിൽ പരിശോധിച്ചപ്പോൾ ഒരു വീൽ ചെയർ കിട്ടി. എന്തായാലും ഇത് ഉപകാരപ്പെടും. ആ വീൽ ചെയറിൽ മേഘൻ ഇരുത്തുകയാണ്. അവളെയും തള്ളിയും കൊണ്ട് അവരങ്ങനെ പോവാണ്. എന്നാൽ
കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇതേ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് തന്നെ സോംബികൾ ഇരച്ചു കയറി വരുന്നുണ്ട്. അവിടെ ഒളിച്ചിരുന്ന ആ ഒരു ഫാമിലി സോംബികൾ കണ്ടുപിടിക്കാണ്. എല്ലാവരെയും, കുട്ടികളെന്നില്ല, അവരുടെ അച്ഛനെന്നില്ല, എല്ലാവരെയും സോംബികൾ കടിച്ചു കയറി കൊന്നുകളയാണ്. ഇതേ നേരം തന്നെ ആ എയർപോർട്ടിന്റെ ഒരു ഭാഗത്തൂടെ ഇവർ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് സഞ്ചരിച്ചു. എന്നാൽ ഇതുവരെയായിട്ട് നമ്മുടെ അബിഗലിന് അവളുടെ അച്ഛന്റെ ആ ഒരു ഗാരേജ് അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ക്യാഷ്യസ് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ആവശ്യമില്ലാതെ കുറെ ദൂരം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു, നമുക്ക് മറ്റേ വഴിയിലൂടെ തന്നെ പോയാൽ പോരായിരുന്നു. എന്നാൽ അബിഗൽ പറയാണ്, ക്യാഷ്യസ് ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ മുഴുവനായിട്ട് മരിച്ചു പരിശോധിക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ ആ ഒരു ഓർമ്മ വെച്ച് അവൾക്കൊരു ബിൽഡിംഗ് കാണാൻ പറ്റി. പെട്ടെന്ന് തന്നെ അവൾക്ക് ഓർമ്മയും വന്നു, യെസ്, ഇത് തന്നെയാണ് എന്റെ അച്ഛന്റെ ആ ഒരു ഗാരേജ്. അവര് വേഗം പോയിട്ട് അതിന്റെ ആ ഒരു ഡോറ് തുറന്ന സമയത്ത് ഒരു ചെറിയ ഫ്ലൈറ്റ് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അത് വർക്കിംഗ് കണ്ടീഷൻ ഒന്നും ആയിരുന്നില്ല. എന്നാൽ അതിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഡേവിഡ് പറയണം. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗാരേജ് ബിൽഡിംഗ് ഇതിനുള്ളിൽ നിന്നും ഇവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി അബിഗലും ക്യാഷ്യസും അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ അവിടെ പരിശോധിക്കുന്ന സമയത്ത് അബിഗൽ ഒരു കാര്യം കണ്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പോവാണ്. കാരണം ഇത് അവളുടെ അച്ഛന്റെ ഗാരേജ് ആണ്. അവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അവളുടെ അച്ഛന്റെയും അതുപോലെ തന്നെ അബിഗലിന്റെ ചെറിയ പ്രായത്തിൽ ആ ഒരു ഫോട്ടോ അത് കണ്ട സമയത്ത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി സങ്കടമാവുകയാണ്. എന്തായാലും ആ ഒരു ഫോട്ടോ അവൾ ആ ഒരു ചുമരിൽ കൊളത്തി വെക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ക്യാഷ്യസ് ഒരു കാര്യം കാണുന്നുണ്ട്, അപകടം അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. വേഗം തന്നെ ക്യാഷ്യസ് ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി പറയണം. എന്നാൽ ഡേവിഡ് പറയുന്നത് ഇതിന്റെ പണി പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ല, എന്നാൽ അതിനൊന്നും ഇനി നേരെയില്ല. എന്തായാലും എല്ലാവരും അതിനുള്ളിൽ കയറാണ്. മാത്രമല്ല അതിന്റെ ആ ഒരു പ്രൊപ്പലർ കൈവെച്ച് തന്നെ ഡേവിഡ് കറക്കിയെടുക്കുകയാണ്. ഒരു വിധത്തിൽ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ആക്കി എടുത്തു. അതിലെ ഫ്യൂലും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഫ്യൂൽ ഉണ്ട്. എന്തായാലും അത് ആ റൺവേയിലൂടെ അങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം വളരെ വേഗത്തിൽ ഒരുപാട് സോംബികൾ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്. അവരുടെ ആ ഒരു ഡോറിന്റെ അരികിൽ വരെ വരുന്നുണ്ട്. അതിനെല്ലാം ചവിട്ടി പുറത്തേക്ക് ഇടുന്നത് ക്യാഷ്യസ് ആണ്. അങ്ങനെ അവസാനം ആ ഒരു ഫ്ലൈറ്റ് പതിയെ പതിയെ റൺവേയിൽ നിന്നും പൊന്തുകയാണ് കേട്ടോ. സോംബികൾക്ക് ഒന്നും തൊടാൻ വരെ പറ്റിയില്ല. അങ്ങനെ കുറച്ചു ദൂരം ആകാശത്തിലൂടെ അതങ്ങനെ പറക്കുകയാണ്. ഇപ്പോഴാണ് ഇവർക്ക് എല്ലാവർക്കും സമാധാനമായത്. എന്നാൽ അല്പനേരത്തേക്ക് മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. ഫ്ലൈറ്റ് പൂർണ്ണമായിട്ടും നേരായിട്ടില്ല എന്ന് ഡേവിഡ് പറഞ്ഞായിരുന്നല്ലോ. ശരിയാണ്, നേരായിട്ടില്ലായിരുന്നു. അതിന്റെ പല ഭാഗത്തുനിന്നും പുകയും കാര്യങ്ങളും വരാൻ തുടങ്ങി. പതിയെ പതിയെ ഫ്ലൈറ്റ് താഴേക്ക് വരാൻ തുടങ്ങുകയാണ്. ഇവരൊക്കെ ആകെ പേടിച്ചു പോയി കേട്ടോ. എന്നാൽ എന്തോ ഭാഗ്യത്തിന് ഒരുപാട് മരങ്ങൾക്കിടയിൽ പോയിട്ട് ഫ്ലൈറ്റ് തകർന്ന് വീഴാണ്. വലിയ ഡാമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ ഉള്ളിലെ ആൾക്കാർക്കാണെങ്കിൽ ചെറിയ ചെറിയ പരുക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വിധത്തിൽ അതിന്റെ പുറത്തേക്ക് ഇവർ ഇറങ്ങുകയാണ്. ഫ്ലൈറ്റ് തകർന്ന് വീണെങ്കിലും ആ ഒരു സോംബികളിൽ നിന്നും ഒരുപാട് അകലത്തേക്ക് ഇവർക്ക് വരാൻ പറ്റിയിട്ടപ്പോൾ എന്തായാലും ഇന്ന് രാത്രി തങ്ങാനായിട്ട് ഇവർക്കൊരു സ്ഥലം ആവശ്യമാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണുകയാണ്. അതിന്റെ അവസ്ഥ നിങ്ങളും നോക്കണം. 10 വർഷമായിട്ട് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്. എന്തായാലും ഇന്ന് അവിടെ നിൽക്കാം, നാളെ രാവിലെ തന്നെ പുറപ്പെടാം. 2 ദിവസം കൊണ്ട് ആ ഒരു കോളനിയുള്ള ഭാഗത്തേക്ക് എത്താം എന്നാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ പോകുന്ന സമയത്ത് സോംബികൾ വന്നു കഴിഞ്ഞാൽ അവരെ എതിരിടാനുള്ള ബുള്ളറ്റും കാര്യങ്ങളൊന്നും ഇവരുടെ കയ്യിൽ ഇപ്പം നിലവിലില്ല. അപ്പൊ എങ്ങനെയെങ്കിലും അതിന് മുന്നേ ആയിട്ട് ബുള്ളറ്റ് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണമെന്ന് അബിഗലും പറയാണ്. കുറെ സമയം അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ ക്യാഷ്യസ് അതുപോലെ തന്നെ മേഗൻ രണ്ടുപേരുടെ ഉള്ളിലും ഒരു സൗഹൃദം വളർന്നു വരുന്നുണ്ട്. മേഗൻ അവളുടെ ഫാമിലിയെ കുറിച്ച് പറയാണ്. അതുപോലെ തന്നെ ക്യാഷ്യസും അവന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നുണ്ട്. അവൾ പ്രഗ്നന്റ് ആയിരുന്നു, മേഗനെ പോലെ തന്നെ. ആ സമയത്താണ് അവൾക്ക് ഇൻഫെക്ഷൻ വരുന്നത്. എന്റെ കൈ കൊണ്ട് എനിക്ക് അവളെ കൊല്ലാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ സ്വയം വെടിവെച്ചാണ് മരിച്ചത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ക്യാഷ്യസ് പറയുന്നുണ്ട്. അതായത് ക്യാഷ്യസിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാള് ഇതുപോലെ സോംബികളുടെ കടിയേറ്റ സമയത്ത് അവൻ അപ്പം തന്നെ സോംബിയായി മാറിയില്ല. കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് അവൻ സോംബിയായിട്ട് മാറുന്നത്. അപ്പൊ ചില ആൾക്കാർക്കൊക്കെ ഈ വൈറസിനെ കുറച്ചുനാൾ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. ഇതേ നേരം തന്നെ ഇവർ നിൽക്കുന്ന ഭാഗത്തുനിന്ന് ഒഴിഞ്ഞു മാറി മറ്റൊരു സ്ഥലത്തേക്ക് മേഗന്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഡേവിഡ്, അയാൾ പോവുകയാണ്. എന്നിട്ട് അവിടെ ആരും കാണാതെ ഒരു സ്ഥലത്തിരുന്ന് ഇയാളുടെ പേന്റ് ചെറുതായിട്ടൊന്ന് പൊക്കുകയാണ്. നോക്കുമ്പോൾ ഇയാളുടെ കാലിന്റെ ഒരു ഭാഗത്ത് ഒരു സോംബി കടിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമായി. എന്നാൽ ഇതുവരെയായിട്ടും ഈ ഒരു ഡേവിഡ് ഒരു സോംബിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല. കുറച്ച് ദിവസമൊക്കെ ആ ഒരു വൈറസിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇയാളുടെ ശരീരത്തിനുണ്ട് തോന്നുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായിട്ട് ഇവരെല്ലാവരും നടന്നു പോവാണ്. നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട്. ഡേവിഡിന് ആകെ ക്ഷീണാവുകയാണ്. ഇതേ നേരം തന്നെ അവന്റെ കാലിന്ന് അല്ലെങ്കിൽ ആ ഒരു ജീൻസിൽ രക്തത്തിന്റെ കറകള് ഇപ്പൊ ക്യാഷ്യസ് കാണുന്നുണ്ട്. ഇപ്പൊ അബിഗലും അതുപോലെ തന്നെ മേഘനയും നോക്കുകയാണെങ്കിൽ അവർ കുറച്ച് മുന്നിൽ നടന്നു പോയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ക്യാഷ്യസ് ഡേവിഡിനെ പിടിക്കുകയാണ്. അവന് നേരെ ഗണ്ണ് ചൂണ്ടിയിട്ട് കാല് കാണിക്കാൻ പറയാണ്. നോക്കുമ്പോൾ കാലിലൊരു കടിയേറ്റിട്ടുണ്ട്. ശരിക്കും ആ കടിയേറ്റതുകൊണ്ടാണ് അവൻ പലപ്പോഴും ഇങ്ങനെ ഞൊണ്ടി നടന്നത്. അവിടെ വെച്ച് തന്നെ ക്യാഷ്യസ് ഡേവിഡിനെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് ഡേവിഡ് കാല് പിടിച്ച് പറയുന്ന പോലെ ക്യാഷ്യസിന്റെ അടുത്ത് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് എന്നെ ഇപ്പൊ കൊല്ലല്ലേ, കുറച്ച് നാൾ കൂടെ ഞാൻ അവളുടെ കൂടെ നിന്നോട്ടെ, സമയമാകുമ്പോൾ ഞാൻ തന്നെ ഈ ഒരു കാര്യം അവളോട് പറഞ്ഞോളാം. മനസാക്ഷിയുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് ക്യാഷ്യസ് അതിനെ സമ്മതിക്കുകയാണ്. പ്രധാനമായിട്ടും ഡേവിഡിന് ആ വൈറസിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. എന്തായാലും അന്നേ ദിവസം ഇപ്പൊ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. രാത്രി തങ്ങാനായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം വേണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഒരു വീട് കാണുകയാണ്. അവിടെ നിന്ന് ശക്തമായിട്ടുള്ള പ്രകാശവും കാര്യങ്ങളും വരുന്നുണ്ട്. അത് കണ്ട് ഇവരാകെ ഞെട്ടിപ്പോവാണ്. കാരണം ഇലക്ട്രിസിറ്റി ഇതിപ്പോ പ്രോപ്പറായിട്ട് ലോകത്ത് എവിടെയില്ല. പിന്നെ എങ്ങനെയാണ് ആ വീട്ടിൽ മാത്രം ഇത്രയും വെളിച്ചം? അതിന്റെ ആ ഒരു മതിലിന്റെ ഭാഗത്തേക്ക് ക്യാഷ്യസ് ഗണ്ണുമായിട്ട് പോയി നിന്നപ്പോൾ ഉള്ളിൽ നിന്നും ആരും ഒരാൾ ഇവർ വീക്ഷിക്കുന്നുണ്ട്. മര്യാദക്ക് എന്റെ കോമ്പൗണ്ട് വിട്ട് പുറത്ത് പോയിക്കോന്ന് ഉള്ളിൽ നിന്നും ആ ആള് വാൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ലാന്ന് മനസ്സിലായതുകൊണ്ട് ക്യാഷ്യസ് തിരിഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ അബിഗലുണ്ട് ഗണ്ണൊന്നും പിടിക്കാതെ നേരെ അതിന്റെ മുറ്റത്ത് വന്നേക്കും. എന്നിട്ട് ഉറക്കനെ വിളിച്ചു പറയാണ്, ഞങ്ങൾ സോംബികളൊന്നുമില്ല, ഇൻഫെക്റ്റഡും അല്ല, ഞങ്ങളെ സഹായിക്കണം എന്ന് പറയണം. പ്രത്യേകിച്ച് യാതൊരു മറുപടിയും ഇപ്പൊ കിട്ടുന്നില്ല കേട്ടോ. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ കതക് തുറന്നുകൊണ്ട് ഒരാൾ പുറത്തേക്ക് വരുന്നുണ്ട്. കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളാണ്. ഇയാളുടെ പേര് ഗോമസ് എന്നാണ്. അപ്പൊ ഗോമസിന്റെ കയ്യിൽ ഒരു ഗണ്ണ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് നേരെ ചൂണ്ടിയിട്ട്
ഇവരുടെ ആയുധങ്ങൾ മുഴുവൻ താഴെ വെക്കാൻ പറയുന്നുണ്ട്. എന്നിട്ടാണ് ഇവര് ഉള്ളിലേക്ക് വിളിക്കുന്നത് കേട്ടോ. ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ ഫുള്ളായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റപ്പ് ആണ്. മാത്രമല്ല ഈ ഗോമസ് ആളൊരു രസികനാണ് കേട്ടോ. അയാൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സംശയം ഉണ്ടാവും എങ്ങനെയാണ് എന്റെ വീട്ടിൽ മാത്രം ഇതുപോലെ കരണ്ടും കാര്യങ്ങളൊക്കെ വന്നത്. കാരണം ഞാനൊരു എഞ്ചിനീയർ ആണ്. സോളാർ ഉണ്ട്, ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ അതിനാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും എന്റെ വൈഫും ഇവിടെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് കേട്ടോ. ഇത് കേട്ടപ്പോൾ മേഘൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് വൈഫ് ഉണ്ടോ, അവരിവിടെ ഉണ്ടോ, ഒന്ന് കാണാൻ പറ്റുമോ? കുറച്ച് ആവശ്യത്തിൽ അവൾ അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഗോമസ് വിഷയം മാറ്റിയാണ്. പിന്നെ അവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവർക്ക് നല്ല ദാഹവും വിശപ്പുണ്ട്. അപ്പൊ കഴിക്കാനായിട്ടുള്ള ഭക്ഷണവും വെള്ളം എല്ലാം കൊടുക്കാൻ കേട്ടോ. ഇതിനുശേഷം നമ്മുടെ അബിഗയിൽ പോയിട്ട് നന്നായിട്ടൊന്ന് കുളിക്കുകയാണ്. അതുപോലെ തന്നെ ക്യാഷ്യസിന്റെ കയ്യിൽ അവന്റെ ഒരു ലാപ്ടോപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ കറണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് ചാർജ് ചെയ്തിട്ട് അതിൽ വീഡിയോസ് കാണുകയാണ്. അവന്റെ ഭാര്യയുടെ കൂടെ ഉണ്ടായിരുന്ന അവര് നല്ല നിമിഷങ്ങൾ അതിങ്ങനെ കാണുന്തോറും അവന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വിഷമം വരികയാണ് കേട്ടോ. പിന്നീട് ലാപ്ടോപ്പ് എല്ലാം പൂട്ടി വെച്ച് നേരെ പോയിട്ട് മേഘന്റെ കൂടെ സംസാരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് മേഘൻ അവന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ യാത്രയിൽ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിനെ നിനക്ക് നോക്കാൻ പറ്റുമോ? ഞാൻ നിന്നെ വിശ്വസിച്ചോട്ടെ എന്ന് ക്യാഷ്യസിനോട് ഇപ്പൊ മേഘൻ ചോദിക്കുന്നുണ്ട്. പറ്റാവുന്ന രീതിയിൽ നോക്കിക്കോളാന്ന് ക്യാഷ്യസും പറയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു അപ്പൂപ്പൻ ഉണ്ടല്ലോ ഗോമസ്, കുറച്ച് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവർക്കും കൊണ്ടേ കൊടുത്ത് അയാളുടെ വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു വൈറസ് ഔട്ട് ബ്രേക്ക് അത് ഉണ്ടാവുന്നതിന് മുന്നേ ഇയാൾ ഇവിടെ താമസിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ഇപ്പൊ കൂടെ ഇല്ല. പക്ഷെ ഇവരെല്ലാവരും കയറി വന്ന സമയത്ത് ഞാനും എന്റെ ഭാര്യ ഇവിടെ ഹാപ്പിയാണെന്ന് പറഞ്ഞില്ലേ, ചിലപ്പോൾ അവൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞതായിരിക്കണം. കാരണം ഭാര്യ എവിടെയെന്ന് മേഘൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഗോമസ് വിഷയം മാറ്റിയായിരുന്നല്ലോ. പിന്നീട് ഗോമസ് പല കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ ലോകത്തിൽ ഇപ്പൊ സർവൈവ് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്കില്ലുകൾ ആവശ്യമാണ്. ഒരുവിധം സ്കില്ലൊക്കെ എന്റെ കയ്യിലുണ്ട് കേട്ടോ. അതുപോലെ ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മൾ മനുഷ്യൻ തന്നെയാണ്, നമ്മൾ തന്നെ വരുത്തി വെച്ചതാണ് ഇതൊക്കെ. ഗോമസ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ ഡേവിഡ് ഉണ്ടല്ലോ മേഘന്റെ ഹസ്ബൻഡ്, ഇയാൾക്ക് എന്തോ തലകറക്കം പോലെ നേരെ ബാത്റൂമിലേക്ക് പോവാണ്. പോയി ഷർട്ടെല്ലാം പൊക്കി നോക്കിയപ്പോൾ വയറിലൊക്കെ ആകെ ആ ഒരു ഇൻഫെക്ഷൻ പടർന്നിരിക്കുകയാണ്. അധികം വൈകാതെ ഞാനും ഒരു സോംബി ആവുമെന്ന് ഇപ്പൊ ഡേവിഡിന് മനസ്സിലായി. ആകെ കൂടി തലകറങ്ങി അവശനായിക്കൊണ്ട് ഇയാൾ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഡൈനിങ് ഏരിയയിൽ വന്ന് നോക്കുമ്പോൾ ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇയാളുടെ ഭാര്യ മേഘൻ, അബിഗൽ, ക്യാഷ്യസ് 3 പേരും ബോധമില്ലാതെ ആ സോഫയിൽ കിടക്കുക. അതുപോലെ തന്നെ ഈ ഡേവിഡിനും തലകറങ്ങുന്നുണ്ട്. അവനവിടെ വീണു പോവാണ്. നോക്കുമ്പോ എന്താ, ഇവർക്ക് കുടിക്കാൻ കൊടുത്ത ആ ഒരു വെള്ളത്തിൽ ഈ ഗോമസ് എന്തോ ഒന്ന് ചേർത്തു. ഇവര് മനഃപൂർവ്വം ഇതുപോലെ തന്നെ ബോധം കെടുത്തിയതാണ്. കാരണം ഈ ഗോമസ് ഒരു നല്ല മനുഷ്യനല്ല. ഇയാൾക്ക് വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. മാത്രമല്ല ഇയാളുടെ കയ്യിൽ എന്തോ ഒരു മിഷൈൻ കണ്ടില്ലേ, ആ മിഷൈൻ ഉപയോഗിച്ച് ഈ വൈറസാൽ ഇൻഫെക്റ്റഡ് ആയ ആൾക്കാരെ നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേവിഡിനും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവൻ അവിടെ വീണ് അവന്റെ ബോധവും പോവാണ്. ഇതേ നേരം തന്നെ ക്യാഷ്യസിനെയും അബിഗലിനെയും പിടിക്കാൻ വരുന്ന ആ ഒരു സോംബി കൂട്ടം, അവരുടെ ആ ഒരു തലവൻ, ഇവന്മാരെല്ലാം നമ്മുടെ ക്യാഷ്യസും അബിഗലും താമസിച്ച ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് വന്നു. ഇവരുടെ തുണിയുടെ ഒരു കഷ്ണം കിട്ടി. അതിന്റെ സ്മെല്ല് പിടിച്ചുകൊണ്ട് പിന്നീട് എങ്ങോട്ടേക്കാണ് അവർ പോയത് എന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് ഈ സോംബികൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ ഗോമസിനെയാണ് കാണിക്കുന്നത്. ഇയാളുടെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഒരു രഹസ്യമായിട്ടുള്ള അറയുണ്ട്. ആ അറയുടെ ഉള്ളിൽ ഇവരെ 4 പേരെയും അബിഗലിനെയും ക്യാഷ്യസിനെയും മേഘനെയും ഡേവിഡിനെയും കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അതിനൊരു കാരണമുണ്ട്. ഇയാളുടെ കയ്യിൽ ഒരു മിഷൈൻ ഇല്ലേ, ആ മിഷൈൻ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പ് കൂട്ടിലെ ഒരു സോംബി ആയിട്ട് മാറിയ ഒരു സ്ത്രീ ഉണ്ട്. അവരെ കൺട്രോൾ ചെയ്ത് ആ കൂട്ടിന്റെ പുറത്തേക്ക് ഇറക്കുകയാണ്. ആ സ്ത്രീ മറ്റാരുമല്ല, ഈ ഗോമസിന്റെ ഭാര്യയാണ്. ഭാര്യയോട് ഒരുപാട് സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ ഗോമസ്. അവൾ സോംബിയായിട്ട് മാറിയ സമയത്ത് അവൾക്ക് കഴിക്കാനായിട്ട് ഭക്ഷണം വേണ്ടേ. അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇവരിവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. പക്ഷെ ചെയ്യുന്നത് വലിയൊരു ചെറ്റത്തരം തന്നെയാണ് കേട്ടോ. വിശ്വസിച്ച് വീട്ടിലേക്ക് വന്ന ആൾക്കാരെ ചതിക്കുന്ന പരിപാടി. എന്തായാലും അയാളുടെ ഭാര്യ ആ സോംബി ആദ്യം തന്നെ നേരെ ചെല്ലുന്നത് ക്യാഷ്യസിന്റെ നേരെയാണ്. ക്യാഷ്യസ് ഒരൊറ്റ ചവിട്ട് കൊടുത്തു. അതിൽ ആ ഒരു സോംബി പെണ്ണ് തെറിച്ചു പോയി വീഴുന്നുണ്ട്. പിന്നീട് അവൾ നേരെ പോകുന്നത് ഡേവിഡിന്റെ അടുത്തേക്കാണ്. എന്നാൽ അപ്പോഴേക്കും ഡേവിഡിന്റെ കയ്യിൽ ആ ഒരു കെട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനും സോംബി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതും ഒരു സോംബിയാണ്. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും നടക്കുകയാണ്. ഇതിനിടയിൽ ആ ഒരു സോംബിയെ ഡേവിഡ് എടുത്ത് ഒരൊറ്റ എറിയുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഗോമസ് ആകെ ഞെട്ടിപ്പോവാണ്. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മിഷയം വെച്ച് ഡേവിഡിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണ്. അവനൊന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല. എന്നാൽ എങ്ങനെയൊക്കെയോ ഡേവിഡ് ക്യാഷ്യസിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ ആ ഒരു കെട്ട് മുറിച്ചു കൊടുക്കുകയാണ്. ഈ ഗ്യാപ്പിൽ പെട്ടെന്ന് തന്നെ ഗോമസ് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട് കേട്ടോ. കാരണം ഇനി അവരുടെ കയ്യിൽ കിട്ടിയാൽ അവരെ അടിച്ച് കൊന്നുകളയും. സോ പിന്നീട് 4 പേരും അവരുടെ കെട്ടഴിച്ച് ഈ വീടിന്റെ പുറത്തേക്ക് വരികയാണ്. ആ സമയത്ത് ഈ ഗോമസിന്റെ കാറിന്റെ ചാവി നമ്മുടെ അബിഗൽ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആ കാറുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണമെന്ന് പറയാണ്. എന്നാൽ ഇവർക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, ഡേവിഡിന് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്ന്. അപ്പൊ ഡേവിഡിനെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്നാണ് ക്യാഷ്യസ് പറയുന്നത്. എന്നാൽ മേഘനാണെങ്കിൽ, അതായത് ഡേവിഡിന്റെ ഭാര്യ, കരഞ്ഞുകൊണ്ട് പറയാണ് കുറച്ചു നേരം കൂടെ, അദ്ദേഹത്തിന് ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ആവുന്ന അത്രയും നേരം അദ്ദേഹം നമ്മുടെ കൂടെ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ച് അവളെ കരയാണ്. അങ്ങനെ ക്യാഷ്യസ് അതിനെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ഗോമസിന്റെ ആ ഒരു കാറിൽ കയറിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. എന്നാൽ ഇവർ ആ സോംബികളുടെ മുന്നിൽ പെട്ടുപോകുന്നുണ്ട്. അതായത് ക്യാഷ്യസിനെ തേടി വരുന്ന ആ ഒരു സോംബിയുടെ മുന്നിൽ ഒന്നും നോക്കിയില്ല, കാറ് ചവിട്ടി വിട്ട് അങ്ങനെ പോവാണ്. ആ നേരം കാടിനുള്ളിലൂടെ ഒരു വലിയ വെളിച്ചം കാണുന്നുണ്ട്. അതുതന്നെയാണ് ഇവർ പറഞ്ഞ ആ ഒരു കോളനി. നേരെ ഇനി അങ്ങോട്ടേക്ക് പോകണം. പക്ഷെ പോകുന്ന വഴിയിൽ വലിയൊരു മരം വീണ് കിടക്കുകയാണ്. ആ മരം എടുത്തു മാറ്റി ഇനി കാർ കൊണ്ട് പോകാനൊന്നും പറ്റില്ല, വേറെ റോഡുമില്ല. അതുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി ഇനി നടക്കണം അല്ലെങ്കിൽ ഓടണം. അങ്ങനെ എല്ലാവരും പോകാൻ നിൽക്കുമ്പോൾ മേഘനെ വിളിച്ച് അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഡേവിഡ് പറയാണ്, ഇനി എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, നിന്റെ കൂടെ
കൂടെ ഞാൻ വന്നു കഴിഞ്ഞാൽ നിനക്ക് കൂടെ ആപത്തായേക്കും, അതുകൊണ്ട് നീ പൊയ്ക്കെന്ന് പറയാണ്. രണ്ടുപേരും ഒരുപാട് ഇമോഷണൽ ആയിട്ടാണ് അവിടുന്ന് പിരിയുന്നത്. അങ്ങനെ പോവാൻ നേരത്ത് ഈ കേഷ്യസ് ഉണ്ടല്ലോ, അവന്റെ കയ്യിലെ അവസാന ബുള്ളറ്റും ആ ഒരു ഗണ്ണും ഇപ്പൊ ഡേവിഡിന് കൊടുക്കുകയാണ്. സ്വന്തം ഭാര്യയ്ക്കും അതുപോലെ തന്നെ അവളെ സംരക്ഷിച്ചവർക്കും വേണ്ടി ഡേവിഡ് അവന്റെ സ്വന്തം ജീവൻ തന്നെ ഇനി ഇവിടെ വെച്ച് കളയാൻ വേണ്ടി പോവാണ്. എന്തായാലും മരിക്കുന്ന ഡേവിഡിന് ഉറപ്പായി. അതുകൊണ്ട് തന്നെ അവന്റെ കീശയിൽ കരുതി വെച്ച അവസാനത്തെ ആ ഒരു സിഗരറ്റ് അതെടുത്ത് കത്തിച്ച് വലിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന ഒരു ബുള്ളറ്റ് വെച്ച് അവന്റെ അരികിലേക്ക് വന്ന് ഒരു സോംബിയെ കൊല്ലുന്നുണ്ട്. പിന്നീട് കൈകൊണ്ട് തന്നെ ബാക്കിയുള്ള ഒരുപാട് സോംബികൾ അവൻ കൊല്ലുകയാണ്. നല്ല കരുത്തുള്ള ആളാണ് ഈ ഡേവിഡ്. എന്നാൽ അവസാനം അവന്റെ അടുത്തേക്ക് വന്ന സോംബികളുടെ ആ ഒരു നേതാവുണ്ടല്ലോ, അവന്റെ കൈ കൊണ്ടൊന്ന് കിട്ടിയപ്പോൾ ഡേവിഡ് വീണു പോവാണ്. പിന്നീട് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ നിലത്ത് വീണ ഡേവിഡ് അവിടെ വെച്ച് തന്നെ മരിക്കുന്നുണ്ട്. ഇതേ നേരം ഇവര് 3 പേര് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അബിഗലും ക്യാഷ്യസും മേഗനും. മേഗൻ ഗർഭിണി ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഓടാൻ കഴിയുന്നില്ല. പിന്നീട് ക്യാഷ്യസ് അവളെ എടുത്തുകൊണ്ട് ഓടുകയാണ്. ഇവര് നേരെ ആ ഒരു വലിയ കോളനി ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു മതിൽക്കെട്ടിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അതിന് മുകളിൽ കാവലിരിക്കുന്ന സ്നൈപ്പറുമായിട്ടിരിക്കുന്ന ആൾക്കാർ ഇത് കാണുന്നുണ്ട്. ഒരു 3 പേര് ഇവരുടെ അരികിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പിന്നാലെ ഒരുപാടധികം സോംബികൾ. സോ ആ സോംബികളെ ഇവർ വെടിവെച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അബിഗൽ അവളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലും ആ സോംബികളെ വെടിവെച്ചിടുകയാണ്. അതുപോലെ ഈ ഒരു ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള പ്രകാശം അങ്ങോട്ടേക്ക് അടിക്കുന്നതുകൊണ്ട് സോംബികൾക്ക് അത് താണ്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരാൻ കഴിയുന്നില്ല. അവരുടെ ഒരു ബലഹീനതയാണത്. പിന്നീട് ഈ വന്ന 3 പേർക്കും വൈറസ് ഇൻഫെക്ഷൻ ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് കോളനിയുടെ ഉള്ളിലേക്ക് ഇവരെ കയറ്റുകയാണ്. കയറ്റിയ വാർഡിന് ആദ്യം നമ്മുടെ മേഘനെ ഒരു നേഴ്സ് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അവളുടെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. അധികം വൈകാതെ അവളെ പ്രസവിക്കാൻ പോവാണ്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ അവർ നേഴ്സുമാർ നോക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഈ കോളനിക്ക് ഒരു ലീഡർ ഉണ്ടല്ലോ, ആ ലീഡർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ക്യാഷ്യസിന് പറഞ്ഞു കൊടുക്കുകയാണ്. കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ക്യാഷ്യസ് നേരെ അബിഗലിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എടോ, നമുക്ക് ഈ സ്ഥലത്തും അധികം നാൾ നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. സംതിങ് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് പോലെ എനിക്കൊരു ഫീല്. ഇത് കേട്ടപ്പോൾ അബിഗൽ പറയാണ്, ക്യാഷ്യസ് ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ചുറ്റി നടക്കരുത്, എനിക്ക് മടുത്തു, ഓടി ഓടി മടുത്തു, കുറച്ചു നാളെങ്കിലും നമുക്ക് ഇവിടെ വിശ്രമിച്ചുകൂടെ ചോദിക്കുകയാണ്. ഈ സമയത്താണ് മേഘൻ പ്രസവിച്ച വിവരം ഇവർ അറിയുന്നത്. ക്യാഷ്യസ് വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പൊ ആ ഒരു നേഴ്സ് പറയുന്നുണ്ട്, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മേഘന്റെ കാര്യം കുറച്ച് മോശമാണ്. നേരെ ആ ഒരു കുട്ടിയുമായിട്ട് ക്യാഷ്യസ് മേഘനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ആ സമയത്ത് മേഘൻ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, എന്റെ കുഞ്ഞ് നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് വന്നല്ലോ, നീ എനിക്ക് വാക്ക് തന്നതുപോലെ ഇനി ആ ഒരു കുഞ്ഞിനെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. ഇമോഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മേഘൻ ഇപ്പോൾ ക്യാഷ്യസിനോട് സംസാരിക്കുന്നുണ്ട്. അധികം വൈകാതെ അവന്റെ അരികിൽ വെച്ച് തന്നെ മേഘൻ മരണപ്പെട്ടു പോവാണ്. എത്രയോ മരണങ്ങൾ കൺമുന്നിൽ വെച്ച് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ക്യാഷ്യസിന്റെ അടുത്ത് വെച്ച് മേഘനി മരിച്ചു പോയപ്പോൾ എന്തോ ഉള്ളിലൊരു നോവ്. അവന്റെ ഭാര്യയും ഇതുപോലെ തന്നെ മരിച്ചു പോയതാണല്ലോ. സ്നേഹിക്കുന്നവർ വിട്ടുപോകുന്ന സമയത്ത് മനസ്സിന് എന്തായാലും ഒരുപാട് വേദന ഉണ്ടാവുമല്ലോ അല്ലേ. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ വീണ്ടും ആ ഒരു ഗോമസിനെ കാണിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെ ഒരു നോർമൽ ആയിട്ടുള്ള ആളല്ല, അത് ദുഷ്ട മനസ്സാണ്. ഇയാൾ കാട്ടിന്റെ ഉള്ളിലൂടെ ആ കോളനിയിലേക്ക് അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇയാൾ എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ നേരം തന്നെ ഇയാളുടെ പിന്നാലെ ആ സോംബികൾ പാഞ്ഞു വരികയാണ്. കൂട്ടത്തിൽ സോംബികളുടെ ആ ഒരു ലീഡറുണ്ട്, ബലവാനായിട്ടുള്ള ആ ഒരു സോംബി. എന്നാൽ തൊട്ടടുത്ത് ഈ സോംബികൾ എത്തിയപ്പോൾ ഈ ഗോമസ് കയ്യിലുണ്ടായിരുന്ന ആ ഒരു മെഷീൻ ഓൺ ആക്കുകയാണ്. എല്ലാ സോംബികളും മുട്ടുകുത്തി അവിടെ ഇരുന്ന് പോവാണ്. കിടന്ന് അലറിയല്ലാതെ അവറ്റകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതായത് അവറ്റകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ തന്നെയാണ് ഗോമസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതേ നേരം തന്നെ കോളനിയുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ മേഘൻ പറഞ്ഞതുപോലെ ക്യാഷ്യസ് ആ ഒരു കുഞ്ഞിനെ നന്നായിട്ട് തന്നെ നോക്കാൻ തുടങ്ങുകയാണ്. അതുപോലെ അബിഗലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവൾ ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര ഹാപ്പിയാണ്. അവളുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ അവളുടെ പ്രായമുള്ള ആൾക്കാർ ഇവിടെ വെച്ച് കണ്ടു, അവരുമായിട്ട് ഫ്രണ്ട്സായി, അവരുടെ കൂടെ പാർട്ടിയായി, ഭയങ്കര ഹാപ്പിയാണ് അവളിപ്പോൾ. അങ്ങനെ ആ കൂട്ടത്തിൽ ഒരു ചെറുക്കനുണ്ടായിരുന്നു, റോഡ്രിഗ്. അവന്റെ കൂടെ ചുമ്മാ നമ്മുടെ അബിഗൽ പുറത്തേക്ക് വന്ന് അങ്ങനെ സംസാരിച്ച് അതിലൂടെ നടക്കുമ്പോൾ കുറച്ച് ബോട്ടുകളും അതുപോലെ തന്നെ റിമോട്ടും കുറച്ച് മറ്റുള്ള വസ്തുക്കളും കാണുന്നുണ്ട്. അതെന്താണെന്ന് അബിഗൽ ചോദിച്ചപ്പോൾ റോഡ്രിഗസ് ആ കാര്യം പറഞ്ഞു കൊടുക്കാം. ഇവരുടെ ഒരു കോളനി ഇതുള്ളത് തന്നെ ഈ വലിയ നദിയുടെ നടുവിലായിട്ട് 2-3 കപ്പൽ യോജിപ്പിച്ച് വെച്ചാണ്. അതായത് വെള്ളത്തിലാവുമ്പോൾ സോംബികൾ പെട്ടെന്നൊന്നും ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ. സപ്പോസ് ഇനി അവറ്റകൾ ഇങ്ങോട്ടേക്ക് വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെട്ടു പോകാനാണ് ഈ ബോട്ടുകൾ. അതുപോലെ തന്നെ ഈ ബോട്ടുമായിട്ട് നമ്മൾ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ കുറച്ച് ദൂരെ എത്തിക്കഴിയുമ്പോൾ ഇതിൽ ഘടിപ്പിച്ച ബോംബുകൾ മുഴുവൻ പൊട്ടാവുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ റോഡ്രിഗസ് നമ്മുടെ അബിഗൽ ഉണ്ടല്ലോ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു ദിവസവും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഈ ഗോമസ് ഉണ്ടല്ലോ ഇയാൾ കരയിൽ വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഈ കോളനിയിലെ ആൾക്കാരെ നോക്കിയിട്ട് ഉറക്കനെ വിളിക്കുന്നുണ്ട്, ഞാനൊരു സർവൈവറാണ്, ഇൻഫെക്ഷൻ ഒന്നുമില്ല, എന്നെ ഒന്ന് വന്ന് രക്ഷിക്കുക. ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ഒരു പാവമായിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത്. ഇത് കേട്ട് വിശ്വസിച്ച് ആ കൂട്ടത്തിൽ ഒരാൾ ഒരു ബോട്ടുമായിട്ട് ഗോമസിനെ കൂട്ടാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. എന്നാൽ ആ പാവം മനുഷ്യനെ വെടിവെച്ച് കൊന്ന് ആ ബോട്ടിൽ കുറെ അധികം സോംബികളെയും കയറ്റി അങ്ങോട്ടേക്ക് കയറാൻ വേറൊരു വഴി ഒരുക്കിയിട്ട് അതിനുള്ളിലേക്ക് ഒരുപാട് സോംബികളെ ഈ ഗോമസ് തന്നെ കയറ്റി വിടുകയാണ് കേട്ടോ. അധികം വൈകാതെ ഇതെല്ലാവരും പറഞ്ഞു, ടീനേജ് ആയിട്ടുള്ള ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു, ഗണ്ണ് വെച്ച് പൊട്ടിക്കാന്നല്ലാതെ ഈ സോംബികൾ അടുത്തേക്ക് വന്നാൽ എന്ത് ചെയ്യണമെന്ന് അവർക്ക് യാതൊരു പിടുത്തവുമില്ല. സോ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ അബിഗൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് അവറ്റകളെ അറ്റാക്ക് ചെയ്യേണ്ടതെന്ന്. ഇതേ നേരം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാഷ്യസ് അവർ ചെറിയ കുഞ്ഞിനെ നേഴ്സിന്റെ കയ്യിൽ കൊടുത്തിട്ട് അബിഗൽ എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി പോവാണ്. ആ നേരത്തെ ഈ കോളനിയിലെ ലീഡറായിട്ട് ഒരാളുണ്ടായിരുന്നില്ലേ, അയാളെയും അയാളുടെ സഹായിയൊക്കെ സോംബികൾ കടിച്ചു. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീനേജ് ആയിട്ടുള്ള ചെറിയ പിള്ളേരുണ്ടായിരുന്നു, ഇവരുടെ കയ്യിൽ ഗണ്ണുണ്ട്. എന്നാൽ സോംബികൾ തൊട്ടടുത്തേക്ക് വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ 2 പേരും പേടിച്ചൊതുങ്ങി നിൽക്കുമ്പോൾ അവർ അങ്ങോട്ടേക്ക് വന്നിട്ട് സോംബികളുടെ കയ്യിൽ നിന്ന് ക്യാഷ്യസ് രക്ഷപ്പെടുത്തുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ അവിടെ വെച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അബിഗലിനെയും ക്യാഷ്യസ്
കാണുന്നുണ്ട്. അവളെ കണ്ടപ്പോഴാണ് ക്യാഷ്യസിന് ഒന്ന് സമാധാനമായത് കേട്ടോ. പിന്നീട് രണ്ടുപേരും കൂടെ ഒരുമിച്ചായി ഫൈറ്റ്. അറിയാലോ, ഇനിയിപ്പോൾ ഗണ്ണ് ഉപയോഗിക്കുകയാണെങ്കിലും കത്തി ഉപയോഗിക്കുകയാണെങ്കിലും വാൾ ഉപയോഗിക്കുകയാണെങ്കിലും രണ്ട് കാര്യത്തിലും അബിഗലിനും ക്യാഷ്യസിനും നല്ല കഴിവുണ്ട്. പരമാവധി അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എത്ര നേരം എന്ന് വെച്ചിട്ട് എങ്ങനെ പോരാടുക? അവിടുന്ന് അവർ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഒരു സോംബി വന്നിട്ട് ക്യാഷ്യസിനെ ആക്രമിക്കുകയാണ്. അവൻ നിലത്തേക്ക് വീഴുന്നുണ്ട്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ഒരാൾ നടന്നു വരുന്നുണ്ട്. ആ ആളെ കണ്ട് ക്യാഷ്യസ് ഒന്നും ഞെട്ടുന്നുണ്ട്. മറ്റാരുമല്ല, ഗോമസ് തന്നെ. ഒരു വല്ലാത്ത ചിരിയും ചിരിച്ച് ഗോമസ് അങ്ങോട്ടേക്ക് വന്നിട്ട് നിലത്തിട്ട് ക്യാഷ്യസിനെ ചവിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സോംബിയുടെ അറ്റാക്ക് നടന്നതുകൊണ്ട് തന്നെ അവൻ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ക്യാഷ്യസിനെ ചവിട്ടി കൂട്ടുന്ന സമയത്ത് ഈ ഗോമസ് ഒരു കാര്യം പറയുന്നുണ്ട്. നീ എന്താടാ കരുതിയത്? എന്റെ വീട്ടിൽ വന്നിട്ട് എനിക്കിട്ടങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് പോവാന്നോ? നീ ചവിട്ടി തെറിപ്പിച്ചത് ആരെയാണെന്നറിയോ? എന്റെ ഭാര്യ. അവള് സോംബി ആയിട്ടുണ്ടെങ്കിലും അവൾ എന്റെ ഭാര്യയാണ്. നോക്കിക്കോ ക്യാഷ്യസ്, ഇവിടെ വെച്ച് നിനക്ക് 8ന്റെ പണി തന്നെ ഞാൻ തരാൻ പോവാണ്. എന്റെ കയ്യിൽ കിടക്കുന്ന ഈ മിഷീൻ കണ്ടോ? ഇത് വെച്ച് ഈ സോംബികളെ മുഴുവനായിട്ടും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ലോകത്തിനെ തന്നെ ഞാൻ കൺട്രോൾ ചെയ്യും. നിനക്കത് കാണണോടാ എന്ന് ഈ ഗോമസ് ചോദിക്കുന്ന അതേ നേരം തന്നെ ക്യാഷ്യസ് ചാടി എഴുന്നേൽക്കാണ്. ഗോമസിന്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് ചുമരും നോക്കി കൈ 2-3 അടിയാണ്. അതിൽ ആ ഒരു മിഷീൻ ഡാമേജ് ആയി. അപ്പൊ തന്നെ ക്യാഷ്യസ് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. കൂടെ അബിഗലും ഉണ്ട് കേട്ടോ. എന്നാൽ ഇതേ നേരം തന്നെ ഗോമസ് അല്പം പ്രായമായിട്ടുള്ള ആളാണ്. ക്യാഷ്യസിനെ പോലെ അങ്ങനെ ഓടാനൊന്നും അയാളെ കൊണ്ട് കഴിയില്ല. അയാളുടെ ഏക ധൈര്യം എന്ന് വെച്ചാൽ കയ്യിലുള്ള മിഷീനാണ്. ഇപ്പൊ ഒരുപാട് സോംബികൾ വരുന്നുണ്ട്. ഈ മിഷീൻ വെച്ച് അവറ്റകളെ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ മിഷീൻ വർക്കാവുന്നില്ല. പിന്നെന്താ സംഭവിക്കുക? എല്ലാം കൂടെ വന്നിട്ട് കടിച്ച് കീറിയിടുകയാണ് ഈ ഗോമസിനെ. ഇതേ നേരം തന്നെ ഈ ഒരു കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് കുറെ ആൾക്കാർ അങ്ങ് ദൂരെ പോയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത ആ ഒരു ബോംബ് ദൂരെ നിന്നും ഇവരിനി പ്രസ് ചെയ്ത് പൊട്ടിക്കണം. കാരണം ആ സോംബികൾ അത്രയും അവിടെ കിടന്ന് മരിക്കുമല്ലോ. അത്രയാണ് ഇതിനെ ഇവർക്ക് തീർക്കാൻ പറ്റുമല്ലോ. പക്ഷേ ആ ഒരു റിമോട്ട് അമർത്താൻ വേണ്ടി റോഡ്രിക്കിന് പറ്റുന്നില്ല. എന്താ കാരണം? ഇത്രയും നേരമായിട്ട് അബിഗൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അവളോട് ഒരു ഇച്ചിരി ഇഷ്ടം നമ്മുടെ റോഡ്രിക്കിന് തോന്നിപ്പോയി കേട്ടോ. അപ്പൊ കുറച്ചു നേരം കൂടെ നമുക്കൊന്ന് കാത്തു നോക്കാന്ന് പറയണം. ഇതേ നേരം തന്നെ അബിഗലും ക്യാഷ്യസും കൂടെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് വരാൻ നോക്കുകയാണ്. ഇതിനിടയിൽ ആ മറ്റേ ബലവാനായിട്ടുള്ള സോംബി ഉണ്ടല്ലോ, നമ്മുടെ അബിഗലിന്റെ തൊട്ട് പിന്നാലെ വന്നപ്പോൾ ക്യാഷ്യസ് വലിയൊരു വടിയെടുത്ത് അവന്റെ തലക്കിട്ട് ഒരേറ്റ അടിയാണ്. ആ അടിയിൽ സോംബി നിലത്ത് വീണുപോയി. അങ്ങനെ നിലത്ത് വീണപ്പോഴാണ് ആ സോംബിയുടെ കയ്യിൽ ഒരു കാര്യം അബിഗൽ അപ്രതീക്ഷിതമായിട്ട് കാണുന്നത് കേട്ടോ. ഒരു ചെയിന്. ആ ചെയിനിൽ അബിഗലിന്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട സമയത്ത് അബിഗൽ വല്ലാണ്ട് ഞെട്ടിപ്പോവാണ്. ആ സോംബി അത് മറ്റാരുമല്ല, പൈലറ്റ് ആയിരുന്ന അവളുടെ അച്ഛനുണ്ടല്ലോ, ആ മനുഷ്യനാണ് ഇപ്പൊ സോംബി ആയിട്ട് അവളുടെ അരികിൽ ഇപ്പൊ നിൽക്കുന്നത്. ഈ ഇൻഫെക്ഷൻ കാരണം മുഖമൊക്കെ ആകെ കരിവാളിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് അച്ഛന്റെ ആ ഒരു മുഖം മനസ്സിലാക്കാൻ പറ്റാതെയായി പോയത്. എന്തായാലും കൂടുതൽ നേരം ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. പെട്ടെന്ന് തന്നെ അബിഗലും ക്യാഷ്യസും ആ ഒരു കപ്പലിൽ നിന്നും വെള്ളത്തിലേക്ക് എടുത്തു ചാടി രക്ഷപ്പെടുകയാണ്. അതേ നേരം തന്നെ റോഡ്രിഗസ് ആ റിമോട്ട് അമർത്തുന്നുണ്ട്. ഒരു വലിയ ബ്ലാസ്റ്റ് അവിടെ നടക്കുകയാണ്. ഒരുപാട് സോംബികൾ അതിൽപ്പെട്ട് മരിക്കുന്നുണ്ട്. ഇപ്പൊ കുറെ ആൾക്കാർ രക്ഷപ്പെട്ട് സർവൈവ് ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിലേക്ക് അബിഗലും ക്യാഷ്യസും വന്നു. എന്നാൽ ആ കൂട്ടത്തിൽ ഒരുത്തിന് കടിയേറ്റു. അവനാകെ പാനിക് ആവുകയാണ്. അവന് കടിയേറ്റത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാർ അവനെ വന്ന് കൊല്ലും എന്നുള്ള ആ ഒരു പേടിയിൽ ആരെങ്കിലും എന്റെ അടുത്തേക്ക് വന്നാൽ വെടിവെച്ച് കൊല്ലുന്നു പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ അവൻ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഒരു സോംബി വന്ന് അവന്റെ ദേഹത്തേക്ക് എടുത്തു ചാടി കടിച്ചു കൊല്ലുകയാണ്. മറ്റാരുമല്ല, സോംബിയായി മാറിയ നമ്മുടെ അബിഗലിന്റെ അച്ഛൻ തന്നെ, അതായത് ബലവാനായ ആ ഒരു സോംബി. എന്തായാലും അയാളെ വെടിവെച്ച് കൊല്ലാനുള്ള ആയുധം ഇവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാഷ്യസിന് ആ സോംബിയെ കൈകൊണ്ട് നേരിടേണ്ടി വന്നു. ഭയങ്കര ശക്തിയുള്ള ഒരു സോംബിയാണത്. ക്യാഷ്യസും നന്നായിട്ട് തന്നെ അതിനെ അടിച്ച് കൊല്ലാൻ നോക്കുന്നുണ്ട്. ഇതിനിടയിൽ ക്യാഷ്യസിന്റെ കഴുത്ത് ഞെരിച്ച് അവനെ കടിക്കാൻ വേണ്ടി ഈ സോംബി വരുമ്പോൾ പെട്ടെന്നൊരു ബുള്ളറ്റ് വന്ന് അതിന്റെ തലയിൽ കയറി സ്പോട്ടിൽ തന്നെ മരിച്ചു പോവാണ്. വെടിവെച്ചത് മറ്റാരുമല്ല, നമ്മുടെ അബിഗൽ തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇത്ര കൃത്യതയോട് കൂടിയിട്ട് അവൾ വെടിവെക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എന്താ, അവൾക്ക് അവളുടെ വളർത്തച്ഛനായിട്ടുള്ള ക്യാഷ്യസിനെ രക്ഷപ്പെടുത്താൻ പറ്റി. പക്ഷെ അതിനുവേണ്ടി അവൾ ഷൂട്ട് ചെയ്ത് കൊന്നിരിക്കുന്നത് സ്വന്തം അച്ഛനെയാണ്. പക്ഷേ സോംബി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഓപ്ഷനും ഇല്ല. അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, ആരുമില്ല. അതുപോലെ തന്നെ നേഴ്സിന്റെ കയ്യിൽ കുട്ടിയെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ക്യാഷ്യസ് കൊടുത്തായിരുന്നല്ലോ, ആ കുട്ടിക്കും ഇപ്പൊ ഒരു കുഴപ്പമില്ല. അതായത് മേഘന്റെ കുട്ടി ഉണ്ടല്ലോ, അവന് തന്നെ. എന്തായാലും ഇവര് നോക്കുമ്പോൾ ഇവരുടെ ആ ഒരു കോളനി പൂർണ്ണമായിട്ടും ബ്ലാസ്റ്റില് പൊട്ടിത്തെറിച്ച് പല ഭാഗങ്ങളും നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ പോയിട്ട് ജീവിക്കാൻ കഴിയില്ല. എന്നാൽ വേറൊരു കാര്യമുണ്ട്. അബിഗൽ അതെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഗോമസിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്നും ഒരു കാര്യം അവൾ വെടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു കെട്ട് ബുക്ക്, ഒരു കെട്ട് പേപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അയാളുടെ വീട്ടിലെ പല ടെക്നോളജികളും അതെല്ലാം അയാൾ ആ ഒരു പുസ്തകത്തിൽ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആളൊരു പരമ ചെറ്റയാണെങ്കിലും ഇയാളുടെ കണ്ടുപിടുത്തങ്ങൾ അത് വലിയ വലിയ കണ്ടുപിടുത്തങ്ങളാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും സർവൈവ് ചെയ്യാനായിട്ട് ഈ ടെക്നിക്കുകൾ മതി എന്ന് പറയണം. ഇതുപയോഗിച്ച് നമുക്ക് സ്വന്തമായിട്ട് കറണ്ട് ഉണ്ടാക്കാം. ഇപ്പോൾ ആ ഒരു കോളനിയില്ലേ, അതിനേക്കാൾ വലിയൊരു കോളനി നമുക്ക് ഉണ്ടാക്കാം. പുതിയൊരു ജീവിതം തുടങ്ങാന്ന് പറയണം. അങ്ങനെ സർവൈവ് ആയ ആ ആൾക്കാർ നമ്മുടെ അബിഗലിന്റെയും ക്യാഷ്യസിന്റെയും കൂടെ പോവാണ്. അതുപോലെ നല്ലൊരു കോളനി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള നല്ലൊരു പ്ലേസ് കണ്ടെത്തുന്നതുവരെ ഇവരുടെ ഒരു യാത്ര തുടരും. അതുപോലെ കഷ്ടപ്പെടേണ്ടി വരും, നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. കാരണം ഈ ലോകത്തിന്റെ അവസ്ഥ ഇപ്പോഴങ്ങനെയാണ്. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.